ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഇതിപ്പോ ദോശയും അല്ല ഉപ്പുമാവും അല്ല. ആ, എന്തേലും കാണിച്ചു വെക്കാം. തിന്നുന്നെങ്കിൽ തിന്നട്ടെ. വലിയ കാണിമംഗലം അത്ര. 1-2 വേലക്കാരികളെ വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നോ? ഓ, അതെങ്ങനെയാ? കൈപുണ്യമാണല്ലോ സ്ത്രീകളുടെ അളവുകോല്. വൃത്തികെട്ട മനുഷ്യര്. ഒരു സിനിമയ്ക്ക് മുമ്പേ അതിലെ ഗാനങ്ങൾ ഹിറ്റാവുന്നത് ഒരു പുതുമയല്ല. പക്ഷേ ഒരു സിനിമയ്ക്ക് മുൻപേ തന്നെ അതിലെ ഗാനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ അസാധാരണമായ സംഭവമാണ്. തന്റെ ആലാപനം കൊണ്ട് മലയാളി മനസ്സുകളെ മാത്രമല്ല ഇന്ത്യൻ സിനിമാ രംഗത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് രാധിക എന്ന പുതിയ പാട്ടുകാരി. നമുക്ക് രാധികയുടെ പുതിയ ഗാനങ്ങൾക്കായി കാത്തിരിക്കാം. മലയാളത്തിന്റെ അഭിമാനമായ ആ ഗായികയ്ക്ക് ആശംസകൾ നേരാം. താങ്ക് യു. കണ്ടല്ലോ, നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഒരു വിലയില്ലെന്ന് പറഞ്ഞ് കണിമംഗലത്ത് നിന്ന് നിങ്ങൾ ആട്ടി പായിച്ചവളെ കുറിച്ചാ ആ പറഞ്ഞത്. അവള് കണിമംഗലത്ത് നിൽക്കേണ്ടവളല്ല. അവൾ ഈ ലോകം മുഴുവനും പാറി പറന്ന് നടക്കേണ്ടവളാ. അവളോട് ചെയ്ത തെറ്റിന്റെ പേരില് ഒരിക്കലും നിങ്ങൾക്ക് എല്ലാവർക്കും പശ്ചാത്തപിക്കേണ്ടി വരും. ആ മോനെ, വാടാ. പാടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ? സ്വഭാവം തന്നാവണ്ടേ? അയാൾ ഒരുപാട് വലുതായി അല്ലേ മുത്തശ്ശി? നിന്റെ പെണ്ണല്ലേടാ, അവൾ ആകാശത്തോളം ഉയരത്തിലെത്തട്ടെ. ഓ മുത്തശ്ശി, മുത്തശ്ശി പറഞ്ഞതുപോലെ ഒരിക്കൽ ഈ വീട്ടിലെ എല്ലാവരും പശ്ചാത്തപിക്കും. അത്രയ്ക്ക് ഉയരത്തിലെത്തണം രാധിക.